നമ്മുടെ ഈ ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പോരാട്ടം, ഒന്നൊന്നര മത്സരം, അത്തരം ഒരു മത്സരമാണ് നിയമത്തെ കാണാൻ ആശ്രമിക്ക് പോകാൻ പറ്റിയോ? നിയമത്ത് പോകാൻ പറ്റില്ല. നിയമത്തെ കാര്യങ്ങൾ നമ്മൾ വളരെ കീനായി ആദ്യം മുതൽ വാച്ച് ചെയ്യുന്നുണ്ട്. കാര്യം അത്രത്തോളം കടുത്ത പോരാട്ടം നടക്കുന്ന 8 മണ്ഡലം എടുത്താൽ അതിലൊന്ന് നിയമമാണ്. ബാക്കി മണ്ഡലം വഴിയെ പറയാം. എന്തായാലും തീവാറുന്ന അക്ഷരാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ തീവാറുന്ന പോരാട്ടം ഈ ദിവസങ്ങളിൽ നടന്നു. ആർക്ക് ആരെങ്ങനെ എന്ന് തരിമ്പ് പോലും ആർക്കും പ്രഡിക്റ്റബിൾ അല്ല, അൺപ്രഡിക്റ്റബിൾ. ഞാൻ ഈ 3 പേരോടും ഓൺ എയർ സംസാരിച്ചു. നേരിട്ട് രാജീവ് ചന്ദ്രശേഖരൻ കണ്ടു, വി ശിവൻകുട്ടിയും നമ്മുടെ കെ ശബരിനാഥനും. ഈ 3 പേരും അല്ലാത്ത ആത്മവിശ്വാസത്തില്ല. ആത്മാർത്ഥമായ ഒരു കോൺഫിഡന്റ് ആണ്. മാത്രമല്ല, ഞാൻ രഹസ്യം കൊണ്ട് ജനങ്ങളോട് ഒന്ന് ചോദിച്ചു, അവർക്കും അറിയത്തില്ല. ഒരു പിടുത്തമില്ല, അവർക്ക് പിടുത്തം കിട്ടുന്നില്ല. അവര് പറയുന്നതെന്ന് പറഞ്ഞാല് 3 പേരും ജയിക്കുന്നൊക്കെ ഒരു വിദ്വാൻ എന്നോട് പറയുന്നത്. നീ ആരെ വെറുപ്പിക്കണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. എന്തായാലും തിങ്കളാഴ്ച തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ? അല്ലെ, പക്ഷെ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കണം. ചിലരൊക്കെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. നമ്മൾ 3 പേരും കൂടെ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ മുന്നിലൊന്ന് കാണണം. കെ സിയോടൊക്കെ പറഞ്ഞു, കെ സി വേണുവെല്ലാം പറഞ്ഞു, വി ഡി സതീശനോട് പറഞ്ഞു, നമ്മളൊന്ന് കാണേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നിയമത്തിൽ ഷബീദ് റാവുത്തറുണ്ട്. ഷബീദ്, യഥാർത്ഥത്തിൽ പോരാട്ടം അവിടെ കണക്കുകയാണെന്നറിയാം. കുട്ടിക്കലാശം എപ്പോൾ തുടങ്ങും? എന്താണ് കുട്ടിക്കലാശ രീതി, എങ്ങനെയായിരിക്കും? പറയൂ ഷബീദ്. കൊട്ടിക്കലാശത്തിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുഴുവൻ റൗണ്ടിൽ നമ്മൾ കണ്ട ആവേശം അത് നിയമത്തൊട്ടും കുറവായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നിയമം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തലപ്പൊക്കമുള്ള നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലം എന്നതിനപ്പുറത്തേക്ക് ശക്തമായ ത്രികോണപ്പോര് നടക്കുന്ന ഒരു മണ്ഡലമാണ്. മുൻ മന്ത്രി വി ശിവൻകുട്ടി CPM വേണ്ടി മത്സരിക്കുന്നു. LDF ക്യാമ്പിന് വേണ്ടി മത്സരിക്കുമ്പോൾ BJP കളത്തിലിറക്കിയത് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയാണ്. കോൺഗ്രസ് ആകട്ടെ അവരുടെ ജില്ലയിൽ തിരിച്ച് ഒരു പുതിയ ഉണർവുണ്ടാക്കിയ കോൺഫിഡൻസോടുകൂടി കെ എസ് ശബരിനാഥൻ എന്ന് പറയപ്പെടുന്ന അവരുടെ പുതുമുഖത്തെ അല്ലെങ്കിൽ അവരുടെ യൂത്ത് ഫേസിനെ കളത്തിലിറക്കി ശക്തമായ പ്രചരണം നമ്മൾ ഈ മണിക്കൂറുകളിലൊക്കെ കണ്ടതാണ്. ഈ സാധാരണഗതിയിൽ ഈ കൊട്ടിക്കലാശം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് അത് ഈ പേരൂർക്കട ജംഗ്ഷനാണ്. പക്ഷേ അത് പതുക്കെ മാറുകയാണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ നേമം ജംഗ്ഷനിൽ ഇതിനോടകം തന്നെ നമുക്ക് തലപ്പൊക്കമുള്ള വലിയ വലിയ ഫ്ലെക്സുകൾ കാണാൻ സാധിക്കും. ഏതായാലും ഈ രീതിയിൽ, ഈ ശക്തിയിൽ തന്നെയാണ് ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, BJPക്ക് കേരളത്തിൽ 2016 ടിക്കറ്റ് തുറന്നു കൊടുത്ത മണ്ഡലം അത് നേമമാണ്. ആ മണ്ഡലം 2021 താഴിട്ട് പൂട്ടിയതാണ് മന്ത്രി വി ശിവൻകുട്ടി. അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ ലാപ്പിൽ മന്ത്രി വി ശിവൻകുട്ടി തന്നെ പറഞ്ഞത് നിയമത്തിന് BJPക്ക് അക്കൗണ്ട് തുറക്കാതിരിക്കാത്ത തരത്തിലേക്ക് ഇരട്ട താഴിട്ട് പൂട്ടും എന്നുള്ളതാണ്. എന്നാൽ BJPയെ സംബന്ധിച്ച് അവരുടെ കോൺഫിഡൻസ് ചെറുതല്ല സ്കാൻ. കാരണം 2016 ഒ രാജഗോപാൽ ജയിക്കുന്നു. 2021 എത്തുമ്പോൾ ആ മണ്ഡലം നഷ്ടപ്പെട്ടെങ്കിലും 2021 മുതൽ BJPക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് അത് ചെറുതല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 60,000-ത്തിലധികം വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് തന്നെ ലഭിച്ചു. അതിനൊക്കെ അപ്പുറത്തേക്ക് 22,000-ത്തിന്റെ ലീഡ് അത് രാജീവ് ചന്ദ്രശേഖരന് നേടിക്കൊടുത്തത് നിയമം. Yes, it's an honor for me to be here. For me, it's a great privilege to be MP of Wayanad. I have been given a lot of love and affection by the people, and I'm very honored for that. ഷബീദ് റാവുത്തർ നേമത്തിൽ തുടരുകയാണ്. അവിടെ പോരാട്ടം കടുക്കുകയാണ്. ഇപ്പൊ നല്ല വെയിലുകൊണ്ട്, പൊരി വെയിലത്താണ്. അല്പസമയത്തിനകം അവിടെ എനിക്ക് തോന്നുന്നത് ഇത് കളറാക്കാൻ ആളുകൾ റെഡിയാവും. വെയിലെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ തീക്കകത്ത് കൈവെക്കുന്ന പോലുള്ള വെയിലാണ്. അപ്പൊ ആ ചൂട് കൊണ്ടാണ് ഇപ്പോൾ വരാത്തത്. പക്ഷെ കുറച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതാവില്ല കളം. ആ തീച്ചൂടിനെ അവഗണിച്ചുകൊണ്ട് പിന്നെ നിലാവാണ്, വെയിൽ നിലാവ്. അപ്പോ ഷബീദ്, താങ്കൾക്ക് തുടരാം. നമ്മൾ പറഞ്ഞു വന്നത് ഈ മണ്ഡലത്തിലെ ആവേശത്തെക്കുറിച്ചായിരുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 24 വാർഡുകളാണ് നേമത്ത് ഉള്ളത്. അതിൽ തന്നെ ഏതാണ്ട് 17 വാർഡുകൾ പിടിച്ചെടുത്തത് BJPയാണ്. മാത്രമല്ല 5 വാർഡുകൾ LDFനും അതേപോലെ ഒരൊറ്റ വാർഡിൽ കോൺഗ്രസുമുണ്ട്. പക്ഷേ അത് BJPക്ക് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ കാറ്റ് എല്ലാ കാലത്തേക്കും ഉറപ്പിച്ചൊരു കോട്ടയായിട്ട് BJPക്ക് മാറ്റാനൊന്നും കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ UDFും അതേപോലെ തന്നെ LDFും പറയുന്ന കാര്യം. ആ പ്രചരണ രംഗം നമ്മൾ കണ്ടതാണ് സ്കൈൻ. ആ പ്രചരണ രംഗം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വെല്ലുവിളികൾ പലതായിരുന്നു. VD സതീശനെ നേമത്ത് മത്സരിക്കാൻ വി ശിവൻകുട്ടി വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം അഘോരി വിവാദം മുതൽ SDPI ഈ വോട്ടുകളും അതേപോലെ തന്നെ ഡീൽ വിവാദവും അടക്കം ശക്തമായ ചർച്ചയായിരുന്നു നിയമമണ്ഡലത്തിൽ നിന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്രത്തോളം ആവേശമാണ്. ഏതായാലും നെറ്റ് ടു നെറ്റ് ഫൈറ്റ് ആണ് നടക്കുന്നത്. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ എസ് ശബരിനാഥൻ എന്ന് പറയപ്പെടുന്ന ആളുടെ വരവ് 2011 മുതൽ ഇവിടെ പാർട്ടി നിർജ്ജീവമാണെന്ന് ഒരു പൊതുവെ പറയാറുണ്ട്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ മാറ്റി നേമത്തെ കോൺഗ്രസും കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ ഏതാണ്ട് 70%-ലധികം ഭൂരിപക്ഷ വോട്ടുകളുള്ള നേമത്ത് ന്യൂനപക്ഷ വോട്ടുകളും ഈ നെറ്റ് ടു നെറ്റ് ഫൈറ്റിൽ നിർണായകമാണെന്ന്
ആകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും വൈകിട്ട് ഒരു 3:30 നമുക്ക് നമ്മൾ ഈ നിൽക്കുന്ന കരമന ജംഗ്ഷനിലേക്കായിരിക്കും ഇവിടുത്തെ UDF-ന്റെയും LDF-ന്റെയും കൊട്ടിക്കലാശ ജാഥകൾ ഇവിടേക്ക് എത്തുന്നത്. BJP-യെ സംബന്ധിച്ച് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ അവർ ഈ പറയുന്ന റോഡ് ഷോയായി തിരുവല്ലം ജംഗ്ഷൻ വരെ എത്തിയിട്ടുള്ള അവരുടെ ഒരു ശക്തി പ്രകടനം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നേമത്തേക്ക് എല്ലാ കണ്ണുകളും പോകുന്ന ദിവസങ്ങളിൽ കഴിഞ്ഞു പോകുമ്പോൾ നേമത്ത് ജനങ്ങൾ എങ്ങനെ വിധി എഴുതുമെന്നുള്ളത് നമുക്ക് തൊട്ടടുത്ത ദിവസം അറിയാം. SKN ഹഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.